കരിപ്പൂർ വിമാനത്താവള പരിസരത്ത് പാർക്ക് ചെയ്തിരുന്ന വാഹനത്തിൽ പക്ഷിക്കാഷ്ടം കൊണ്ട് നിറഞ്ഞുപോയി എന്നൊരു പരാതി. 200 രൂപ നൽകി പാർക്ക് ചെയ്ത കാറാണ് ഈ ദുർഗതിയിൽപ്പെട്ടതെന്നാണ് കാർ ഉടമ തൃശ്ശൂർ സ്വദേശി പറയുന്നത്. ഒരു ദിവസം 200 രൂപ നിരക്കിൽ 10 ദിവസത്തേക്ക് 2000 രൂപ നൽകിയെന്ന് കാർ ഉടമ പറയുന്നുണ്ട്. ഇതുപോലെ അഴുക്കായിരുന്നു, ബേർഡിൻ്റെ ഡ്രോപ്പിങ്സ് ആയിരുന്നു. അവർ ഇന്നലെ ഒരു ബോട്ടിൽ വെള്ളമൊഴിച്ച് ഒരു പ്ലാസ്റ്റിക് പേപ്പർ ഇട്ട് റബ്ബ് ചെയ്യാണ് ചെയ്ത്. റബ്ബ് ചെയ്തതിൻ്റെ പാടുകളെ കൂടെ കാണാൻ കഴിയും. മൊത്തം ഡാമേജ് ആയിരിക്കുകയാണ്. ഞാൻ വീട്ടിൽ പോകാൻ പറ്റിയില്ല, ഹോട്ടലിൽ റൂം എടുത്ത് താമസിക്കുകയാണ്. ഞാൻ സർവീസ് സെൻ്ററിൽ വിളിച്ചു ചോദിച്ചു. അവർ പറഞ്ഞു ഇത് ബുദ്ധിമുട്ടാണ്, വാഷ് ചെയ്താൽ പോകാൻ സാധ്യതയില്ല, ഒരു നല്ലൊരു എമൗണ്ട് റീപെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് കോസ്റ്റ് വരും. ഞങ്ങളോട് ഇവരുടെ പാർക്കിംഗ് സോണിലെ ആൾക്കാരുടെ ബിഹേവിങ് വളരെ മോശമായിരുന്നു. ഒരു തരത്തിൽ അവർ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തില്ല. ഞങ്ങൾക്ക് വേറെ ഓപ്ഷനൊന്നുമില്ല. ഞങ്ങൾക്ക് പൈസയും കൊടുത്തിട്ട് നല്ലൊരു എമൗണ്ട് 8 ദിവസത്തേക്ക് ഏകദേശം ഒരു 2000-ലധികം പാർക്കിംഗ് ചാർജ് വരും. അവർ ഇത്ര എമൗണ്ട് കൊടുത്ത് നമ്മൾ ഒരു സേഫ് സോണിൽ പാർക്ക് ചെയ്തിട്ട്, പാൻ പാർക്കിൽ പാർക്ക് ചെയ്തിട്ട് ഒരു സേഫ്റ്റിയും ഇല്ല. മലപ്പുറത്ത് നിന്ന് ബിബിൻ സി വിജയൻ വിശദാംശങ്ങളുമായി ചേരുന്നു. ബിബിൻ, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് SKN. ഇത് പലർക്കും ഉണ്ടായിട്ടുള്ള ദുരനുഭവമായിരിക്കും. പക്ഷേ ആ ദുരനുഭവത്തിൽ പരാതിയുമായി മുന്നോട്ട് പോകാൻ ഇപ്പോൾ തൃശ്ശൂർ സ്വദേശിയായ രാജേഷ് തീരുമാനിക്കുന്നു എന്നതാണ് കാര്യം. 13-ാം തീയതിയാണ് രാജേഷും 11 വയസ്സായിട്ടുള്ള മകനും വാഹനം പേ ആൻഡ് പാർക്കിങ്ങിൽ നിർത്തി കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് പോയത്. ഇന്നലെ തിരിച്ചെത്തിയപ്പോൾ കാണുന്ന കാഴ്ച ഈ വാഹനത്തിൽ പൂർണ്ണമായും, അതായത് ഒരു ചെറിയ ഭാഗം പോലും ഒഴിവാകാത്ത വിധം പക്ഷിക്കാഷ്ടം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ അതിൻ്റെ നെയിം ബോർഡിൻ്റെ നമ്പർ പ്ലേറ്റിൻ്റെ ഭാഗം വാഹനം ഒരു ബൈക്ക് എന്തോ ഇടിച്ചതുപോലുള്ള അത് കേടുപാടും സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേക്കുറിച്ച് പേ ആൻഡ് പാർക്കിങ്ങിൽ ചോദിച്ചപ്പോൾ അവർ വളരെ മോശമായി സംസാരിക്കുകയും അവർ കയർത്ത് സംസാരിക്കുകയുമാണ് ചെയ്തത്. കുറച്ചെങ്കിലും ഈ ഒരു വാഹനം വൃത്തിയാക്കി തരാൻ ആവശ്യപ്പെട്ടപ്പോൾ ഒരു ബോട്ടിൽ വെള്ളം മാത്രം കൊണ്ടുവന്ന് അതിന് മുകളിൽ ഒഴിച്ച് ഒട്ടും ശരിയായ രീതിയിലല്ലാതെ അത് വൃത്തിയാക്കാനുള്ളൊരു ശ്രമം മാത്രമാണ് അവർ നടത്തിയത്. ടെർമിനൽ മാനേജറോട് പരാതി പറഞ്ഞു. ടെർമിനൽ മാനേജറുടെ മുന്നിൽ വെച്ചും ഈ പേ ആൻഡ് പാർക്കിങ്ങിൻ്റെ കരാറുകാർ കയർത്ത് സംസാരിക്കുകയാണ് ചെയ്തത്. ഇതോടുകൂടിയാണ് എയർപോർട്ട് അതോറിറ്റിക്ക് ഇപ്പോൾ രാജേഷ് പരാതി നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ കരിപ്പൂർ പോലീസ് സ്റ്റേഷനിലും പരാതി കൊണ്ട് ഇപ്പോൾ എത്തിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ തന്നെ ഈ വാഹനത്തിന് എന്തെങ്കിലും രീതിയിലുള്ള ഒരു സുരക്ഷയോ അല്ലെങ്കിൽ അതേക്കുറിച്ചൊന്നും സംസാരിക്കാൻ പോലും ഒരാളില്ല എന്നുള്ളത് കരിപ്പൂർ വിമാനത്താവളത്തെ സംബന്ധിച്ച് വളരെ മോശപ്പെട്ട ഒരു കാര്യമായി മാറിയിരിക്കുകയാണ്. കാരണം 200 രൂപയാണ് ഒരു ദിവസത്തേക്കുള്ള ഫീസായി കണക്കാക്കുന്നത്. ഇങ്ങനെ 8 ദിവസത്തേക്ക് നിർത്തിയാണ് ഡൽഹിയിലേക്ക് പോയത്. തിരിച്ചു വരുമ്പോഴുള്ള കാഴ്ച ഇതാണ്. ഇതോടുകൂടി തന്നെ തൃശ്ശൂരിലേക്ക് അന്ന് പോകാൻ കഴിയാതെ, ഈ വാഹനവുമായി പുറത്തേക്ക് പോകാൻ കഴിയാതെ വാഹനം അവിടെ നിർത്തി ഒരു ഹോട്ടലിൽ താമസിക്കുകയാണ് രാജേഷ്. ഈ ഒരു വിവരങ്ങൾ നൽകിയത്.